പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്നത്. അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു, അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ന്യായാധിപൻ നിന്നെ കാരാഗ്രഹ പാലകന് ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുത്തു തീർക്കാതെ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച പിതാവായ ദൈവം 6-ാം ദിവസത്തിൻ്റെ അവസാനത്തിൽ സൃഷ്ടിയുടെ മകുടമായി തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവനെ ആകാശത്തിലെയും ഭൂമിയിലെയും സകല വസ്തുക്കളുടെയും ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു. ഈ മനുഷ്യൻ ഈ ആകാശത്തിൻ്റെയും ഭൂമിയിലെയും എല്ലാ കാര്യങ്ങളുടെയും അടയാളങ്ങൾ മനസ്സിലാക്കി അത് കൃത്യമായി വ്യാഖ്യാനിക്കുന്നു എന്ന് ദൈവം പറയുന്നു. എന്നാൽ കാലത്തിൻ്റെ അടയാളം മനസ്സിലാക്കുവാനോ അത് വ്യാഖ്യാനിക്കുവാനോ മനുഷ്യന് സാധിക്കുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ അടയാളം മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാലം എന്ന വാക്കിൻ്റെ അർത്ഥം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാലം എന്ന പദം കടന്നു വരുന്നത് കൈറോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം മുഹൂർത്തമെന്നോ ദൈവം നിശ്ചയിച്ച മണിക്കൂറെന്നോ ദൈവം തിരഞ്ഞെടുത്ത സമയം എന്നോ ഒക്കെയാണ്. അപ്പോൾ ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം തിരഞ്ഞെടുത്ത സമയമേതാണെന്ന്, കൃപയുടെ മണിക്കൂർ ഏതാണെന്ന് തിരിച്ചറിയുവാൻ അവന് സാധിക്കുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം മുൻപോട്ട് വയ്ക്കുക. ലൂക്കോസിൻ്റെ തന്നെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഫരിസേയർ അവരുടെ കപടനാട്യം കൊണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്ന ലോകരക്ഷകനെ അവർക്ക് തിരിച്ചറിയുവാനോ മനസ്സിലാക്കുവാനോ സാധിച്ചില്ല എന്ന്. അതേ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, നിയമജ്ഞർക്ക് അറിവിൻ്റെ താക്കോൽ ലഭിച്ചു, എന്നാൽ അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനോ അവർക്ക് സാധിച്ചില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് യോഹന്നാൻ സ്നാപകൻ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി തരുവാൻ വന്ന വ്യക്തിയാണ്. അദ്ദേഹം യേശുവിനെക്കുറിച്ച് നമ്മോട്, ഈ ലോകത്തോട് പറയുന്ന ആദ്യ വാചകം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 26-ാം വാക്യത്തിലുണ്ട്. അതിപ്രകാരമാണ്, ഇതാ നിങ്ങൾ അറിയാത്തൊരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. നമ്മുടെ കൂടെയുള്ള തമ്പുരാനെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന ഒരു കുറ്റപ്പെടുത്തൽ അവിടെയും കിടപ്പുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിമിഷം ഏതാണെന്ന്, അത് എപ്രകാരമാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കണമെങ്കിൽ ഈ ദൈവം നിന്റെ ജീവിതത്തിൽ ആരാണെന്ന തിരിച്ചറിവ് എനിക്കും നിനക്കുമുണ്ടാവണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിക്കുരുടന് യേശു കാഴ്ച നൽകിയതിനു ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം യേശു വീണ്ടും അവനെ കണ്ടുമുട്ടുന്നു. അപ്പോൾ യേശു അവനോട് ചോദിക്കുന്നു, നീ മനുഷ്യപുത്രനെ അനുഗമിക്കുന്നുവോ എന്ന്. അപ്പോൾ ആ കുരുടൻ
പിറവിക്കുരുടൻ, കാഴ്ച ലഭിച്ച പിറവിക്കുരുടൻ യേശുവിനോട് ചോദിക്കുന്നു, ഞാൻ അവനെ അനുഗമിക്കേണ്ടതിന് അവൻ എനിക്ക് ആരാണ്? പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുനിമിഷം അനുദിനം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ യേശു തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരാണ്? ഈ തിരിച്ചറിവിലാണ് യേശു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്. വളരെ കൃത്യമായി മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവിടെ യേശുവും സമരിയാക്കാരി സ്ത്രീയും തമ്മിലുള്ള ഒരു വലിയ സംഭാഷണം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ സംഭാഷണത്തിനിടയ്ക്ക് അവളുടെ ജീവിതത്തിലെ പുഴുക്കുത്തു നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ യേശു അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവസാനം അവൾ യേശുവിനോട് ചോദിക്കുന്നു, ഞാൻ എവിടെ പോയി പ്രാർത്ഥിച്ചാലാണ് ഇതിനൊക്കെ ഒരു ഉത്തരം ലഭിക്കുക, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുക? യഹൂദര് പറയുന്നു, ജെറുസലേമിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടാവുമെന്ന്. സമരിയാക്കാർ പറയുന്നു, ഗരിസിം മലയിൽ പോകണമെന്ന്. എന്നാൽ നീ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ പുഴുക്കുത്തു നിറഞ്ഞ കുറേ ജീവിതാനുഭവങ്ങളുണ്ട്. അതൊക്കെ മാറാൻ ഞാൻ എവിടെ പോകണം? അപ്പോൾ യേശു അവളോട് പറയുന്നുണ്ട്, ഗരിസിം മലയിൽ പോകാത്തതോ ജെറുസലേമിൽ പോകാത്തതോ അല്ല നിന്റെ പ്രശ്നം. മറിച്ച് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. യേശു അവളോട് പറയുകയാണ്, മകളെ, നീ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന തിരിച്ചറിവ് നിനക്കില്ല. ആ ഒരു തിരിച്ചറിവ് വരാത്തിടത്തോളം കാലം നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും, എവിടെയൊക്കെ പോയി ആരാധന നടത്തിയാലും, ഏതൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ പോയാലും ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയുവാനും നിനക്ക് സാധിക്കാതെ വരും. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കൃപയുടെ മണിക്കൂർ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്നും വേദനയോടെ, എന്നും കുറ്റപ്പെടുത്തലോടുകൂടി, എന്നും പരാതികളോടുകൂടി മുൻപോട്ട് പോകുവാൻ മാത്രമേ നമുക്ക് സാധിക്കാറുള്ളൂ. നാം കണ്ടുമുട്ടാറില്ലേ, ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇത് സംഭവിച്ചു, ദൈവം പോലും എന്നെ കൈവിട്ടു, ഞാനിനി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം, ഞാനിനി പ്രാർത്ഥിക്കില്ല, ഞാനിനി ദേവാലയങ്ങളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന അനേകരെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴെങ്കിലും അതുപോലെയുള്ള നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറില്ലേ? പ്രിയമുള്ളവരെ, ഇവിടെ തിരിച്ചറിയേണ്ട കാര്യം ഇതാണ്: ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കാത്തതല്ല. നിന്റെ ജീവിതത്തിൽ വേദനയുടെ, വിഷമത്തിൻ്റെ, പ്രയാസങ്ങളുടെ നിമിഷങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോഴും അവിടെ നിന്നൊക്കെ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തിരുവചനം വെളിപ്പെടുത്തി തരുന്ന അടയാളങ്ങളിൽ നിന്നും കാലത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. കാലത്തെ എന്ന് പറയുമ്പോൾ ദൈവകൃപയുടെ നിമിഷത്തെ, ദൈവം നിശ്ചയിച്ച സമയത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമായിട്ടുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മുൻപോട്ട് പോകാം. സുവിശേഷങ്ങളിൽ പല അന്ധന്മാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്നാമതായി മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ബർത്തിമേയുസ് എന്ന് പറയുന്ന അന്ധൻ. ഈ അന്ധൻ യേശു നടന്നു പോകുമ്പോൾ വഴിയരികിലിരുന്നു കൊണ്ട്, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. എന്നാൽ യേശു അവനെ തിരിഞ്ഞു നോക്കാതെ മുൻപോട്ട് പോകുന്നു. മുൻപോട്ട് പോകും തോറും അവൻ്റെ നിലവിളിയുടെ ശബ്ദം കൂടിക്കൊണ്ടുമിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം യേശു അവിടെ നിന്നിട്ട് അവനെ അടുത്തേക്ക് വിളിച്ചു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു അവനോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ ആ ഒറ്റ വാക്കുകൊണ്ട് അവന് കാഴ്ച ലഭിച്ചു. രണ്ടാമത്തെ അന്ധനെ നമ്മൾ കണ്ടുമുട്ടുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായങ്ങളിലാണ്. ഇവിടെ 2 അന്ധന്മാരുണ്ട്. യേശു നടന്നു പോകുമ്പോൾ ബർത്തിമേയുസ് നിലവിളിച്ചതുപോലെ, യേശുവേ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് 2 അന്ധന്മാർ പിന്നാലെ പോകുന്നു.
എന്നാൽ യേശു പിന്തിരിഞ്ഞു നോക്കുന്നില്ല, അവിടെ നിൽക്കുന്നുമില്ല. യേശു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവരെ നിർത്താതെ യേശു പോയ പിറകെ പോയി അവൻ പ്രവേശിച്ച വീട്ടിലേക്ക് അവനോടൊപ്പം പ്രവേശിക്കുന്നു. അവസാനം യേശു അവരോട് ചോദിക്കുന്നു, ഇത് നിങ്ങൾക്ക് ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവർ ഏറ്റുപറയുമ്പോൾ യേശു അവരുടെ കണ്ണുകളിൽ തൊടുന്നു. അവർ കാഴ്ചയുള്ളവരായി തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ അന്ധനെ നമ്മൾ കണ്ടുമുട്ടുന്നത് മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലാണ്. ഇവിടെ കുറേ മനുഷ്യർ കൂടി ഒരു അന്ധനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു. അവർ യേശുവിനോട് പറയുന്നു, ഇവന് കാഴ്ച കൊടുക്കണം. യേശു അവൻ്റെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവൻ്റെ കണ്ണിൽ തുപ്പി, എന്നിട്ട് കണ്ണുകളിൽ തൊട്ടു. അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുവോ? അവൻ പറഞ്ഞു, മനുഷ്യനെ കാണുന്നു, പക്ഷെ മരങ്ങളെ പോലെ ഇരിക്കുന്നു. യേശു രണ്ടാമതൊന്നുകൂടി അവൻ്റെ കണ്ണുകളിൽ തൊട്ടപ്പോൾ അവൻ എല്ലാം വ്യക്തമായി കണ്ടു. നാലാമത്തെ അന്ധൻ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പിറവിക്കുരുടനാണ്. അവന് കാഴ്ച കൊടുക്കുവാൻ വേണ്ടി യേശു മണ്ണിൽ തുപ്പി, ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനെ ശീലോഹായിൽ പറഞ്ഞയച്ച് കണ്ണ് കഴുകിച്ചു. അങ്ങനെ സൗഖ്യമുള്ളവനായി. പ്രിയമുള്ളവരെ, കാഴ്ച ലഭിച്ചത് എല്ലാവരും അന്ധന്മാരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ച വിധവും രീതിയും വ്യത്യസ്തമാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. മറ്റൊരു ഉദാഹരണം എടുത്താൽ, സുവിശേഷങ്ങളിൽ യേശു ഉയർപ്പിക്കുന്ന 3 പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ജായറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നത് മരിച്ച ഉടനെയാണ്. എന്നാൽ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് സെമിത്തേരിയിലേക്കുള്ള യാത്രാമധ്യയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നത് മരിച്ച് 4 നാൾ കഴിഞ്ഞാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയാണ്. യേശുവിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ഒരു സമയമുണ്ട്. ഇതിനാണ് കാലമെന്ന് പറയുന്നത്, കൃപയുടെ മണിക്കൂർ എന്ന് പറയുന്നത്, ദൈവം നിശ്ചയിച്ച സമയമെന്ന് പറയുന്നത്. ആ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ദൈവം തീർച്ചയായും പ്രവർത്തിക്കും. നിന്റെ ജീവിതത്തിലെ എത്രമാത്രം വേദന നിറഞ്ഞ നിമിഷങ്ങളിലൂടെ നീ കടന്നുപോയാലും അവിടെയൊക്കെ അവിടെ നിന്ന് പിടിച്ചുയർത്തുവാൻ ശക്തനായവൻ നിന്റെ കൂടെയുണ്ട്. ആ തിരിച്ചറിവിലേക്ക് വളർന്നു വരികയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.